പണ്ട് നമ്മൾ ഒത്തിരി നാൾ കണ്ട ക്യാരക്ടേഴ്സിൽ നിന്ന് വളരെ വ്യത്യസ്തമായി മമ്മൂക്കാൻ്റെ കുറച്ച് സിനിമകൾ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന പടമാണ് തുറുപ്പുകല. നമ്മൾ എനിക്ക് പേഴ്സണലി മമ്മൂക്കാൻ്റെ ആ ഒരു ക്യാരക്ടേഴ്സ് അതിനകത്ത് ഒരു പ്രത്യേക ഒരു ശൈലിയാണ് മമ്മൂക്ക ഡാൻസ് വരെ കളിച്ചിട്ടുള്ളത്. സോ മമ്മൂക്കാനെ ആ ഒരു പടത്തിൽ ആദ്യമേ ഫിക്സ് ചെയ്തതായിരുന്നോ അതോ പുള്ളിക്ക് വേണ്ടി എഴുതിയ പടമായിരുന്നോ അതോ അതെങ്ങനെയായിരുന്നു ആ ഒരു മൂവിന്റെ ഒരു ജേർണി? ഇത് തുറുപ്പുകലാന്റെ പ്രൊമോഷന് പറയേണ്ട കാര്യമാണ്. അന്ന് അത് പൂഞ്ഞ നമുക്ക് അന്ന് ഡേറ്റ് തന്ന സമയത്ത് നമ്മൾ സിഡി മ്യൂസിയം പിന്നെ കൊച്ചിരാജാവ് വെച്ച സംവിധാനം. അപ്പൊ നമ്മളിൽ ഒരു തനിയാവർത്തനം അമരമൊന്നും അല്ല പുള്ളി പ്രതീക്ഷിക്കുന്നത്. എന്നെ പ്രതീക്ഷിക്കുന്ന ഒരു ഭയങ്കര രസമുള്ളൊരു സിനിമ, ഒരു അഴിച്ചുവിടൽ അഴിഞ്ഞാട്ടമായിരുന്നു. അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ മമ്മൂക്കയോട് പറഞ്ഞു, മമ്മൂക്ക രണ്ട് കൈ നിന്നിട്ട് സ്വീകരിച്ചു. പിന്നെ നമ്മൾ ആഗ്രഹിച്ചതിനപ്പുറമായിട്ട് അദ്ദേഹം അങ്ങ് പൂന്ത് വിളയാടി. ഞാൻ പറഞ്ഞു സിനിമ ആരും ഉണ്ടാക്കുന്നതല്ല, ഉണ്ടാകുന്ന അത് ഒരുപാട് ഘടകങ്ങൾ ചേരുക അമ്മയുന്ന അതങ്ങ് വരും. എല്ലാം നല്ല സിൻസിയറായിട്ട് നിന്നാൽ അത് കൃത്യമായിട്ട് എല്ലാ ഘടകങ്ങളും അനുകൂലമായി വരും. അങ്ങനെ വന്നിട്ടുള്ളതാണ് നമ്മുടെ വിജയചിത്രങ്ങൾ. പരാജയചിത്രങ്ങൾക്കെല്ലാം പിന്നിൽ നമ്മുടെ എവിടെയോ നമ്മുടെ നോട്ടക്കുറവോ അല്ലെങ്കിൽ പിഴവോ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഭാഗ്യം എല്ലാം കൊണ്ടും ഒത്തുവന്ന ഒരു എഫർട്ടിന് കിട്ടിയ ഒരു വിജയം. പിന്നെ മമ്മൂക്കയുടെ വിശ്വാസം, മമ്മൂക്കയുടെ പെർഫോമൻസ്, അതൊക്കെ എല്ലാവരും പലരും ചോദിച്ചിട്ടുണ്ട്. മമ്മൂക്കയെ പോലെ ഒരു നടനെ വെച്ചാൽ അങ്ങനെ ചെയ്യിക്കോ ഇങ്ങനെ ചെയ്യിക്കോ. പക്ഷേ തിയേറ്റർ സക്സസ് ആകുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് പിന്നെ സൂപ്പർ ഗുലാൻ എന്ന് പറഞ്ഞിട്ട് ബാലഭൂമിയിൽ കാർട്ടൂൺ വരെ വന്നു. ഇപ്പോഴും നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ ചാനലിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട മമ്മൂക്ക ചിത്രം തുറുപ്പ് ഗുലാനാണ്. അപ്പോൾ ഹാപ്പിയാണ്. ആ ഒരു ഇതിൽ മഞ്ചേച്ചി ചെയ്ത ക്യാരക്ടേഴ്സ്, ഇപ്പൊ മഞ്ചേച്ചി തിരഞ്ഞെടുക്കുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തട്ടുന്നതാണ്, ഒരു ശരിക്കും സ്പർശിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം എങ്ങനെയാണ് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ചൂസ് ചെയ്യണേ? ആക്ച്വലി ഞാൻ ചൂസ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇപ്പം ജോൺ ചേട്ടൻ പറഞ്ഞ പോലെ അവരെഴുതുന്ന ഒരു സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഒരു ദൈവം തന്ന അനുഗ്രഹം എന്ന് ഞാൻ പറയുള്ളൂ. ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോൾ നമുക്കത് മഞ്ജുനെ വെച്ച് ചെയ്യിക്കാം എന്ന് അവർക്ക് തോന്നണമെങ്കിൽ എന്തോ ഒരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ എന്തോ ഒരു എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ടെന്നാണ് പറഞ്ഞാൽ അഹങ്കാരം ഉണ്ടെന്നല്ല. എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡയറക്ടേഴ്സ് ചൂസ് ചെയ്ത ആർട്ടിസ്റ്റാണ് ഞാൻ. അപ്പം ഞാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ എന്നോടൊന്ന് കഥ പറയുമ്പോൾ അതെനിക്ക് ഓക്കെ ആകുന്നു എന്നുള്ളതാണ്. ചില ക്യാരക്ടേഴ്സ് വരുമ്പോൾ എനിക്കറിയാം അത് ഞാൻ ചെയ്യണ്ട എന്നെനിക്ക് ചിലത് മനസ്സിൽ പറയും. എന്താണെന്നറിയില്ല, പണ്ട് എനിക്ക് കുഴപ്പമുണ്ട്. ചിലത് കേൾക്കുമ്പോൾ ഒരു നെഗ്ഗടിക്കും, എനിക്ക് പേഴ്സണലി എനിക്ക് നെഗ്ഗടിക്കും. അപ്പോൾ അത് ഞാൻ ചെയ്യാറില്ല. പക്ഷേ അത് ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ മെയിൻലി നോക്കുന്നത് എനിക്ക് ആ സിനിമയ്ക്കകത്ത് മെയിൻലി എനിക്ക് സ്പേസ് ഉണ്ടോ എന്ന് നോക്കും. ആ സിനിമയുടെ സബ്ജക്റ്റ് എങ്ങനെയുണ്ട്, നല്ല കോണ്ടൻ്റ് ആണോ എന്ന് നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി എന്തോ ഭാഗ്യവശാൽ വരുന്നതാണ്.